Hi, welcome to Retro Cardigan. It's me, Nitin. Nariveta, directed by Anuraj Manohar, written by Evan Joseph, starring Tovino Thomas, സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ തമിഴ് ആക്ടർ ചേരനുണ്ട്, ആര്യ സലീം എക്സെട്ര, പിന്നെ പുതിയ കുറച്ച് കലാകാരന്മാർ. നരിവേട്ട ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പോഗ്രഫി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് ഉണ്ടാവാറുണ്ട്. അതൊരു ഒന്നെങ്കിൽ ഭീകരത, അല്ലെങ്കിൽ ഒരു ആരൊക്കെയോ എന്തൊക്കെയോ അനുഭവിച്ചതിൻ്റെ ഒരു നോവ്, അങ്ങനൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഈ രണ്ട് മൂഡും അല്ലെങ്കിൽ ഈ രണ്ട് ഫീലും എനിക്ക് വർക്കായില്ല. റീസെൻറ്റ് സോഴ്സസ് പറയുന്ന പോലെ ഇതൊരു നമ്മുടെ നാട്ടിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. അതിൽ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ഫ്രീഡം എന്നുള്ള രീതിയിൽ കുറച്ച് ഫിക്ഷനും ഗെയിമിങ്സും ഒക്കെ കേട്ടിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ചെറുപ്പകാലത്ത് ഇതിൻ്റെ കുറച്ച് ഈ സംഭവത്തിൻ്റെ ഈ എഡിറ്റോറിയൽസും ന്യൂസും ഒക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡോക്യുമെൻ്ററീസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വായിച്ചപ്പോൾ കിട്ടിയൊരു ഫീലോ അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്ററി കണ്ട ഫീലോ ഒന്നും തന്നെ ഈ സിനിമയിൽ നിന്നും ജനറേറ്റ് ആയിട്ടില്ല എനിക്ക്. ഒബിയസ്ലി ഇതൊരു ഹീറോ വേർഷിപ്പ് പോലെയാണ് എനിക്ക് തോന്നി ഈ സിനിമയെ. ഒരു ഹീറോ ഉണ്ട്, ഹീറോയ്ക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഒരു ലവ് ട്രാക്ക് ഉണ്ട്. അങ്ങനെ ഒരു ഹീറോ ഇങ്ങനൊരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് സിനിമയുടെ ഒരു മൊത്തത്തിലുള്ളൊരു പ്രസൻറ്റേഷൻ. ബട്ട് പിന്നെ അതൊരു കാന്താര ലെവൽ ഓഫ് മേക്കിംഗ് ഒക്കെ രീതിയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങോട്ട് വർക്കായില്ല. ഇപ്പോൾ കാന്താര ഇറങ്ങിയപ്പോഴേ അതിൻ്റെ ഒരു റിലീസിൻ്റെ ഒരു പ്രീ സ്റ്റേജിൽ തന്നെ അത് ഒരു കൊമേഴ്സ്യൽ സിനിമയായിട്ട് തന്നെയാണ് അവരത് പ്രസൻറ്റ് ചെയ്തത്. ഇതും കൊമേഴ്സ്യലായിട്ട് തന്നെയാണ് ചിത്രീകരിക്കാൻ നോക്കിയത്. പക്ഷേ അത് കൊമേഴ്സ്യൽ വെർഷൻ പോലും ഇതിനകത്തൊരു ഈ കിട്ടാനുള്ളൊരു ഹൈ മൊമെൻറ്റ്സോ ഹാപ്പനിങ്സോ ഒന്നും സിനിമയിൽ ഇല്ല എന്ന് തോന്നി. പിന്നെ ഇങ്ങനൊരു കഥാപാത്രം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫിലിം മേക്കറിൻ്റെ ഫ്രീഡം എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഹീറോ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെയും അല്ലെങ്കിൽ ഹീറോ ആ ഇൻസിഡൻറ്റിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്നുള്ളൊരു ഫീലുണ്ടല്ലോ, അത് ഉണ്ടാകുമ്പോൾ തന്നെയും ആ ഹീറോ അനുഭവിക്കേണ്ട കുറച്ച് പ്രഷറുണ്ട്. അത് ഫിസിക്കൽ പ്രഷർ എന്നുള്ളതിനേക്കാൾ ഉപരി മെൻ്റൽ പ്രഷറാണ് അയാൾ അനുഭവിക്കേണ്ടത്. അങ്ങനെ പ്രഷർ അനുഭവിച്ച് അത് അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ റിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ആ സംഭവം വർക്കൗട്ട് ആവുള്ളൂ. ഇതൊന്നും എനിക്കത് ഫീൽ ചെയ്തില്ല. കാരണം സൊസൈറ്റിയിൽ നിന്നുള്ളൊരു പ്രഷർ ഉണ്ടാവും, ഗവൺമെൻറ് ഓറിയൻറ്റഡ് ഉള്ളൊരു പ്രഷർ ഉണ്ടാവും, പിന്നെ ഫോഴ്സിൽ നിന്നുള്ളൊരു പ്രഷർ ഉണ്ടാവും. ഇത് മൂന്നും വരണം. എന്നിരുന്നാൽ പോലും അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ എവിടെ നിൽക്കും, അവസാനം ഞാൻ ഇവരുടെ കൂടെ നിൽക്കൂ എന്നുള്ളൊരു സാഹചര്യമൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും ആ ക്യാരക്ടറിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ അത് എനിക്ക് ടോവിനോ തോമസ് അവതരിപ്പിച്ച വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. നമുക്കിതുപോലുള്ള ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഉണ്ടയിലെ കഥാപാത്രങ്ങൾ, ഉണ്ട എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി സാർ അവതരിപ്പിച്ച അതിനകത്ത് മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം അർജുൻ അശോകൻ, ഷൈൻ ടോം ചാക്കോ, ലുക്മാൻ, ഗ്രിഗറി, അങ്ങനെയുള്ള ഇവരൊക്കെ നിൽക്കുന്നതും ഇതേപോലുള്ളൊരു സാഹചര്യത്തിലാണ്. നേരത്തെ പറഞ്ഞ സൊസൈറ്റി പ്രഷർ, ഗവൺമെൻറ് പ്രഷർ, ഫോഴ്സിൽ നിന്നുള്ള പ്രഷർ, പിന്നെ ഏത് നിമിഷവും അപകടം വരാമെന്നുള്ളൊരു സാഹചര്യം, ഇതെല്ലാം ഉണ്ടയിലുണ്ടായിരുന്നു. അതെല്ലാം അവരുടെ പെർഫോമൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ടോവിനോ തോമസിൽ നിന്നും എനിക്കത് കിട്ടിയിട്ടില്ല, ഈ സിനിമയിൽ നിന്നും കിട്ടിയിട്ടില്ല. പിന്നെ
പെർഫോമൻസ് സൈഡ് അത് ഓക്കെ. പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ക്യാരക്ടർ ആസ് യൂഷ്വൽ അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് ചേരൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും വലിയൊരു വർക്കായിട്ട് തോന്നിയില്ല. ഒരുപക്ഷെ ഈ ആക്ടേഴ്സിനെ സ്വിച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫീൽ കിട്ടിയേനെന്ന് തോന്നി. കാരണം അതായത് ചേരൻ്റെ കഥാപാത്രം സുരാജിനും കൊടുത്തിട്ട് സുരാജിൻ്റെ കഥാപാത്രം ചേരനും കൊടുത്തിരുന്നെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ നന്നായിരുന്നേനും തോന്നി. പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഓക്കെ എന്നേ പറയാനുള്ളൂ. വലിയൊരു നേരത്തെ പറഞ്ഞുള്ള ഹൈ ആയിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര നാടകീയത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് ആയിട്ട് നോക്കിയത് ഇതാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ടോട്ടാലിറ്റി, സിനിമയുടെ ടോട്ടാലിറ്റി, മേക്കിംഗ് സൈഡിലുള്ള ടോട്ടാലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ഇറ്റ്സ് ഓക്കെ. ഡയറക്ഷൻ ഇഷ്കിന് ശേഷം ആൻഡ്രു എച്ച് മനോഹർ ചെയ്യുന്നൊരു സിനിമയാണ്. ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്. ബട്ട് അതും വലിയ പ്രത്യേകതയൊന്നും പറയാനില്ല, ഓക്കെ ആണെന്നേ ഉള്ളൂ. പിന്നെ റൈറ്റിംഗ് സൈഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹൈ മൊമെൻറ്റ്സോ ഒരു ത്രില്ലറിന് വേണ്ടിയുള്ള ഹൈ മൊമെൻറ്റ്സോ ഹാപ്പനിങ്സോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു ത്രില്ലിങ് ഫീലൊന്നും കിട്ടിയില്ല. പിന്നെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലൊന്നും കിട്ടിയില്ല. പിന്നെ സ്പെഷ്യലി പറയാനുള്ളത് ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് നന്നായിരുന്നു. പിന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കൽ ട്രാക്സ് നേരത്തെ ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി ഒരു പതിഞ്ഞ താളത്തിൽ തീരുന്നൊരു സിനിമയെ, അതായത് ഈ സ്ട്രൈറ്റ് ലൈനിൽ പോകുന്ന ഒരു ഗ്രാഫിനെ ഇടയ്ക്കൊക്കെ ലിഫ്റ്റ് ചെയ്ത് അപ്പ് ചെയ്യാനായിട്ട് മ്യൂസിക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. ആൻഡ് ഇതാണ് എനിക്ക് തോന്നിയത്. ഇറ്റ്സ് എൻ ആവറേജ് സിനിമ. ആൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് in my box.